കേസ് നടക്കട്ടെ. അല്ല അത് അവർക്ക് കേസ് എടുക്കാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെ അവകാശം അങ്ങനെ നടന്നോട്ടെ. എനിക്കെന്താ പ്രശ്നം? ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടൊന്നുമല്ല പോകുന്നത്. അല്ല, ഈ വിവാഹത്തിന് ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റിങ്ങിലോട്ട് പോയത്. അപ്പോൾ ഓടിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അതിന്റെ പേര് കേസൊക്കെ എടുത്തിട്ട് കുഴപ്പമില്ല. അതിലൊരു കാര്യമുണ്ട്, അതായത് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കി എന്ന് പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഒരു അൺറിയൽ കേരള സ്റ്റോറി ആണ് എന്നുള്ള ഒരു തരം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം വീഴ്ചയില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏത് റിപ്പോർട്ടിലായിരുന്നാലും അവർ കല്യാണം കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല. അവർ എന്താ വേണം ആയിക്കോട്ടെ. ഞാനവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാണ്. ദിവസം എത്ര കല്യാണത്തിന് നമ്മൾ പോകും? നമുക്കിനിപ്പോൾ ഒരു കല്യാണത്തിന് നിന്ന് രാവിലെ ഒരു 10 കല്യാണം വന്ന് എല്ലാം ചെന്ന് അടുത്ത് തെളിവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റില്ല. പിന്നെ അത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പെശ ഉണ്ടായതായിട്ട് പിന്നെ ഏത് കമ്മീഷൻ തോന്നിയാണെങ്കിൽ അവർ നടപടി സ്വീകരിച്ചോട്ടെ. അതിന് സംശയമുണ്ടോ? ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ അത്ര ഉൾക്കൊണ്ടപ്പെടേണ്ട. കാരണം അവർ എനിക്ക് തോന്നുന്നു അവർ പോലീസിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം, മറ്റേ ID കാർഡുകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം അവിടെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കാണിച്ചിട്ടല്ലേ അവർ അനുവാദം കൊടുക്കാറുണ്ട്. അതിൽ ഫേക്കാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. അല്ല, ഫേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം ഫേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്കാണെന്ന് പറയാൻ പറ്റുമോ?